ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മാത്സ് ക്ലാസ് ആണ് എടുക്കുന്നത്. നമുക്ക് മാത്സിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. പെരിമീറ്റർ എങ്ങനെ കാണാം, ഏരിയ എങ്ങനെ കാണാം, പിന്നെ വോളിയം, സർഫേസ് ഏരിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് മാത്സിൽ. അപ്പോൾ ഇന്ന് ഏരിയ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കാണാമെന്നുള്ള മാത്സാണ് ഞാൻ ഇന്ന് ടീച്ച് ചെയ്യാൻ പോകുന്നത്. ഏരിയ കാണാനായിട്ട് സിമ്പിളായിട്ട് നമുക്കുള്ള ഫോർമുല ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ടൈംസ് വിഡ്ത്ത്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിന് എപ്പോഴും 4 ലൈൻസിലല്ലേ, 4 പാർട്സ് അല്ലേ. അപ്പോൾ അതിൽ ലെങ്ത്ത് നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടുണ്ടാവും, വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലെങ്ത്ത് ടൈംസ് വിഡ്ത്ത്, അപ്പോൾ ഓരോ സൈഡായിരിക്കും നമുക്ക് മെഷർമെൻറ്റ് തരുന്നത്. അപ്പോൾ സ്ക്വയർ എല്ലാം 4 പാർട്ടും സെയിം മെഷർമെൻ്റ് ആയിരിക്കും. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ വരുന്നത് ആ സെയിം ലെങ്ത്ത് തന്നെയായിരിക്കും നമുക്ക് അപ്പുറത്തെ സൈഡും വരുന്നത്. അപ്പോൾ വിഡ്ത്ത് എത്രയാണോ വരുന്നത് ആ സെയിം വിഡ്ത്തായിരിക്കും ഇപ്പുറത്തെ സൈഡും വരുന്നത്. കാരണം സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ലെങ്ത്ത് ടൈംസ് വിഡ്ത്താണ് ഏരിയ കാണുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് സ്ക്വയറിൻ്റെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലെങ്ത്ത് ടൈംസ് വിഡ്ത്താണ് നമുക്ക് ഏരിയ കാണാനുള്ള ഈസി ആയിട്ട് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിനി പെരിമീറ്റർ എങ്ങനെ കാണാം, വോളിയം എങ്ങനെ കാണാം, സർഫേസ് ഏരിയ എങ്ങനെ കാണാം, ഇതെല്ലാം ഞാൻ മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലും വീഡിയോസൊക്കെ മറക്കാതെ കാണാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.